ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലിയോദാസ് റോളക്സ് കണക്ഷനെക്കുറിച്ച് പറയാനാണ്. പിന്നെ ഞാൻ പനി പിടിച്ച് പാടായി കിടക്കുക, അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോവാം. ലിയോ വേഴ്സസ് റോളക്സ്. LCU യൂണിവേഴ്സിൽ തന്നെ രണ്ട് ബ്രൂട്ടൽ പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരാണ് ലിയോദാസും റോളക്സും. ഇവർ തമ്മിലുള്ള കണക്ഷൻ ഇതുവരെ ലോകേഷ് കനകരാജ് റിവീൽ ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ LCU സിനിമകളിലായിരിക്കും ഇവർ തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം ലോകേഷ് റിവീൽ ചെയ്യുന്നത്. നമുക്കാദ്യം റോളക്സിനെ എടുക്കാം. റോളക്സ് ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ലോകേഷ് തന്നിട്ടില്ല. കാരണം ആ ഒരു ക്യാരക്ടറിനെ ആകെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് 5 മിനിറ്റാണ്. ഒരു പീക്ക് ലെവൽ വില്ലനിസം കാണിച്ചിട്ടാണ് റോളക്സ് വിക്രം സിനിമയുടെ എൻഡിങ്ങിൽ പോയത്. എല്ലാവർക്കും റോളക്സിനെ പേടിയാണ്. അത് വിക്രം സിനിമയിൽ സന്താനത്തിൻ്റെ പല ഡയലോഗ്സിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. റോളക്സ് അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്രൂട്ടൽ വില്ലനാണ്. ഫുൾ ടൈം ഡ്രഗ്സും കാര്യങ്ങളെല്ലാം അടിച്ച് കിളി മാറി നടക്കുന്ന വില്ലൻ. റോളക്സിൻ്റെ മെയിൻ ഡ്രഗ് എന്ന് പറയുന്നത് കൊക്കൈനാണ്. റോളക്സിൻ്റെ സിമ്പല് സ്കോർപ്പിയോണാണ്. അറിയാലോ, ഡ്രഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു നെറ്റ്വർക്കാണ്. അതിൻ്റെയൊക്കെ ഹെഡായിരിക്കാം ഒരുപക്ഷെ റോളക്സ്, അല്ലെങ്കിൽ റോളക്സിൻ്റെ മുകളിലും ചിലപ്പോൾ ഒരാൾ ഉണ്ടായിരിക്കാം. അതൊന്നും ലോകേഷ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സോ റോളക്സിനെ കുറിച്ച് നമുക്ക് ലോകേഷ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ലിയോദാസിനെ എടുക്കാം. ലിയോദാസ് എന്ന തൻ്റെ ബ്രൂട്ടൽ ഫേസ് മറച്ചു വെക്കാൻ പാർത്ഥിവൻ എന്ന ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ഒരു സൈക്കോപാത്താണ് ലിയോദാസ്. ലിയോദാസിന് ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ട്. അതായത് പാർത്ഥിവന് ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, വൈഫും 2 മക്കളും. ഒരാളുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്ട് മാന്യമായി കോഫി ഷോപ്പ് നടത്തി കുടുംബമായിട്ട് ജീവിക്കുന്ന പാർത്ഥിവൻ്റെ കോഫി ഷോപ്പിലേക്ക് ഒരു 5 സൈക്കോപാത്തുകൾ കയറി വരുന്നതും അവരെല്ലാം പാർത്ഥിവൻ അഥവാ ലിയോദാസ് ഹെഡ്ഷോട്ട് അടിച്ച് കൊല്ലുന്നതും. അതിനുശേഷം അങ്ങോട്ട് പാർത്ഥിവൻ്റെ ലൈഫ് മാറി മറയുകയാണ്. അതിനുശേഷം ആരാണോ തൻ്റെ പാസ്റ്റ് ലൈഫ് അന്വേഷിച്ച് തേടി വരരുത് എന്ന് വിചാരിച്ചവർ തന്നെ ലിയോദാസിനെ തേടി വരുന്നു. ലിയോദാസിൻ്റെ അച്ഛനായിട്ടുള്ള ആൻ്റണി ദാസും ചിറ്റപ്പനായിട്ടുള്ള ഹാരോൾഡ് ദാസും. പിന്നെ ഇവരുടെ ഇടയിൽ നിന്നുള്ള ലിയോയുടെയും ഫാമിലിയുടെയും സർവൈവറാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ലിയോ എന്ന് പറയുന്ന സിനിമ. ലിയോദാസ് എന്ന താൻ സ്വന്തം മനസ്സിനെ താൻ മരിച്ചുവെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പാർത്ഥിവൻ എന്ന ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത്. ഇവിടെ പാർത്ഥിവനായിരിക്കുമ്പോൾ പുള്ളി ഓക്കെയാണ്, നല്ലൊരു മനുഷ്യൻ. എന്നാൽ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ലിയോദാസ് പുറത്തു വരും. പിന്നെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. പീക്ക് ലെവൽ ബ്രൂട്ടൽ സീൻസ് ആയിരുന്നു ലിയോദാസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അതിനുശേഷം ലിയോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവിടെയാണ് ലോകേഷിന് ശരിക്കും പറഞ്ഞാൽ തെറ്റ് പറ്റിയത്. ആ ഹൈപ്പ് കൊടുത്ത ക്യാരക്ടറിനെ മര്യാദയ്ക്ക് ആ ഫ്ലാഷ് ബാക്കിൽ എക്സിക്യൂട്ട് ചെയ്തില്ല. അതുമാത്രമല്ല, ലിയോയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, എലീസ എന്നാണ് പേര്. അതായത് നമ്മുടെ മഡോണ ചെയ്ത ക്യാരക്ടർ. പുള്ളിക്കാരിയുടെ ഹാരോൾഡ് ദാസ് കൊല്ലുന്നുണ്ട്. അവസാനം ആൻ്റണി ദാസ് ലിയോയിനി വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അവസാനം ആ ഒരു ഫാക്ടറി മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. എന്നാൽ ലിയോ എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളത് ഇപ്പോഴും മിസ്റ്ററിയാണ്. അതുമാത്രമല്ല, ആ ഒരു വെടിവെച്ച ബുള്ളറ്റിൻ്റെ പാട് പോലും ലിയോയുടെ ബോഡിയിലില്ല. ആ പാടുകളൊന്നും ഒരിക്കലും അങ്ങനെ പോവില്ല. അതുകൊണ്ടാണ് ലോകേഷും പറഞ്ഞത് ലിയോയുടെ ഫ്ലാഷ് ബാക്ക് ഫേക്ക് ആണെന്ന്. സോ ലിയോയുടെ മിസ്റ്ററി എന്താണെന്ന് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. റോളക്സ് കൊക്കൈൻ ആണെങ്കിൽ ലിയോദാസ് കൊക്കൈനേക്കാട്ടിലും കൊടൂരമായ ഡെത്തൂറ എന്ന് പറഞ്ഞ ഡ്രഗ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ റോളക്സിൻ്റെയും ലിയോയുടെയും ആ ഒരു കണക്ഷനാണ് നോക്കുന്നത്. റോളക്സ് വിക്രം സിനിമയുടെ ക്ലൈമാക്സിൽ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. 27 വർഷം കൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്. അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ആയിട്ട് തന്നൊരു പൊസിഷനല്ല, സ്വന്തം കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇവിടെ റോളക്സ് പറയുന്നുണ്ട്, അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ആയിട്ട് തന്ന പൊസിഷനല്ല, സ്വന്തം കഷ്ടപ്പെട്ട് വന്നതാണെന്ന്. സോ അങ്ങനെ നോക്കുമ്പോൾ റോളക്സ് തന്നെയായിരിക്കും റോളക്സിൻ്റെ അച്ഛനെ കൊന്നത്. അച്ഛനെ തീർത്തിട്ടായിരിക്കണം റോളക്സ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. അതായത് ഇവിടെ റോളക്സിൻ്റെ മൈൻഡ് സെറ്റ് ആരെ കൊന്നിട്ടാണേലും പുള്ളിക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണം. അതായിരിക്കും പുള്ളി ചെയ്തതും. അവിടെ സ്വന്തം ബന്ധം എന്നൊന്നും റോളക്സിന് ഉണ്ടാവില്ല. ഇനി ലിയോദാസിനെ നോക്കിക്കഴിഞ്ഞാൽ ലിയോദാസിന് അച്ഛനും ചിറ്റപ്പനുമാണ് ഉള്ളത്, പിന്നെ ഒരു അനിയത്തിയും. അച്ഛനും ചിറ്റപ്പനും എന്താണോ പറയുന്നത് അതാണ് ലിയോദാസ് ചെയ്യുക. അവരെല്ലാം ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും അണ്ടറിലായിട്ടായിരിക്കും ലിയോദാസ് ബാക്കി ഡ്രഗ്സും കാര്യങ്ങളും ഡീൽ ചെയ്യുക. ആരെക്കൊണ്ടും പറ്റാത്തതടക്കം ലിയോദാസ് ചെയ്യും. അതാണ് 2000 കിലോന് മുകളിലുള്ള ഡെത്തൂറ പുള്ളി പുട്ടുപോലെ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടതെന്നുള്ളൊരു ഡയലോഗ് മൻസൂർ അലിഖാൻ ലിയോൻ്റെ ക്ലൈമാക്സിൽ പറയുന്നത്. അതിനുശേഷം ആ ടൊബാക്കോ ഫാക്ടറിയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതാണ് ലിയോയുടെ മിസ്റ്ററി, ലിയോ എങ്ങനെ മരിച്ചു. അപ്പോൾ അതിനുശേഷം ലിയോ പിന്നെ പാർത്ഥിവനായിട്ട് കുടുംബത്തിൻ്റെ ഒപ്പം ജീവിക്കുന്നു. അച്ഛനും ചിറ്റപ്പനും ലിയോനെ തിരിച്ചു വിളിക്കാൻ വരുന്നു. അവിടെ വെച്ച് അച്ഛനായ ആൻ്റണി ദാസിനെയും ചിറ്റപ്പനായ ഹാരോൾഡ് ദാസിനെയും ലിയോ തീർക്കുന്നുണ്ട്. ഇവിടെ
അവരെ കൊന്നപ്പോഴും ലിയോയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തം ബന്ധം എന്നൊന്നും നോക്കിയിട്ടില്ല. ലിയോയ്ക്ക് അവൻ്റെ ഇപ്പോൾ ഉള്ള ഫാമിലിയെ രക്ഷിക്കണം. അതിനുവേണ്ടി അവൻ ഏത് ലെവൽ വരെയും പോകും. അതിപ്പോൾ അച്ഛനായാലും ചിറ്റപ്പനായാലും ലിയോയ്ക്ക് ഒരു നോട്ടവുമില്ല, തീർത്തിരിക്കും. ഇവിടെ നമ്മൾ റോളക്സിൻ്റെയും ലിയോദാസിൻ്റെയും മെൻറ്റാലിറ്റി ഒരേപോലെയാണ്. റോളക്സിന് ആരെ കൊന്നിട്ടാണേലും ഡ്രഗ്സിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് എത്തണം, ആ ഒരു ബോസായിട്ട് എത്തണം. ലിയോദാസിനാണെങ്കിൽ ആരെ കൊന്നിട്ടാണേലും, അതിപ്പോൾ സ്വന്തം നൻപരെയാണേലും, പണ്ടും സ്വന്തം കുടുംബത്തിന് വേണ്ടി, അതായത് ആൻ്റണിദാസിന് വേണ്ടി സ്വന്തം കൂട്ടുകാരനെ വരെ ലിയോ കൊന്നതാണ്. അതുപോലെ ഇപ്പോൾ സ്വന്തം ഫാമിലിക്ക് വേണ്ടി അച്ഛനെയാണേലും ചിറ്റപ്പനെയാണേലും ലിയോ കൊന്നു. ഇവിടെ റോളക്സ് ഡ്രഗ്സിന് വേണ്ടി ഏത് ലെവൽ വരെ വേണമെങ്കിലും പോകും. അതുപോലെ ലിയോദാസ് അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഏത് ലെവൽ വരെയും പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡ്രഗ്സ് ഫാമിലി അത് തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ എന്ന്. ലിയോദാസിന് ഫാമിലി, റോളക്സിന് ഡ്രഗ്സ്. എന്നാൽ ഒരു കാലത്ത് ലിയോദാസ് ഡെത്തൂറ എന്ന് പറഞ്ഞ ഡ്രഗ്സിന് വേണ്ടി ഏത് ലെവൽ വരെയും പോകുമെന്നുള്ള ഒരു സംഭവം ലോകേഷ് ഫ്ലാഷ് ബാക്കിൽ കാണിച്ചിരുന്നു. കാരണം ലിയോയുടെ ഫ്ലാഷ് ബാക്കിൽ അനുരാഗ് കശ്യപ്പാണ് ലിയോയുടെ നൻപനായിട്ട് വന്നിട്ടുള്ളത്. നൻപനെ ഈസി ആയിട്ട് കൂളായിട്ട് ലിയോ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഗാബി എന്ന് പറഞ്ഞ അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് ഡ്രഗ്സാണ് വലുത്, അല്ലാണ്ട് നൻപനും കോപ്പും ഒന്നുമല്ല. ഡ്രഗ്സിന് വേണ്ടി ഞാൻ ഏത് ലെവൽ വരെയും പോകും, എനിക്ക് അതാണ് മുഖ്യം എന്ന് ലിയോ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരുടെ കണക്ഷനും സെയിം അല്ലേ? രണ്ടുപേരും ഡ്രഗ്സിന് വേണ്ടി ഏത് ലെവൽ വരെയും പോകുന്നവരാണ്. ഇപ്പോൾ ഫാമിലി ഉണ്ടെന്ന് വെച്ച് ലിയോദാസ് ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഫാമിലി മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചും ആ ഒരു ലെവലിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമുക്കുള്ള ഒരു സ്വഭാവം നമ്മൾ മാറ്റിയാലും ഇടയ്ക്ക് അത് നമുക്ക് വരും. കാലാകാലം നമ്മൾ മാറ്റിയ ആ ഒരു സ്വഭാവം ചിലപ്പോൾ വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വരാനും സാധ്യത കൂടുതലാണ്. സോ ഇവിടെ റോളക്സും റോളക്സിൻ്റെ ഫാമിലീനെ കൊന്നിട്ടുണ്ടാവാം, ലിയോദാസും ലിയോദാസിൻ്റെ ഫാമിലീനെ കൊന്നിട്ടുണ്ട്. സോ ഇങ്ങനെയും ഇവർ തമ്മിലൊരു കണക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വിക്രം സിനിമയുടെ ക്ലൈമാക്സിൽ റോളക്സ് പറഞ്ഞ ആ ഒരു ഡയലോഗ്, അപ്പനോ പാട്ടനോ യാറും തൂക്കി കൊടുത്തതില്ല. അതായത് അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ആയിട്ട് തന്ന പൊസിഷൻ അല്ല. അത് ഒരുപക്ഷെ റോളക്സ് ഹരോൾഡ്ദാസിനെയും ആൻ്റണിദാസിനെയും ആണെങ്കിലോ മെൻഷൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ലിയോയും റോളക്സും ബ്രദേഴ്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. ലിയോ ഫാമിലിയുടെ ഒപ്പം, അതായത് ആൻ്റണിദാസിൻ്റെയും ഹരോൾഡ്ദാസിൻ്റെയും ഒപ്പം നിന്നിട്ടുണ്ടാവാം, റോളക്സ് പുറത്ത് പോയിട്ടുണ്ടാവാം. കാരണം റോളക്സിന് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലായിരിക്കാം. സ്വന്തം കഷ്ടപ്പെട്ട് ഒരു നിലയിൽ എത്തണമെന്നാണ് റോളക്സിൻ്റെ താല്പര്യം. ഒരുപക്ഷെ ഇങ്ങനെയാവാം. ഇതിനും പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം ഹരോൾഡ്ദാസിൻ്റെയും റോളക്സിൻ്റെയും കുറേ എന്താ പറയുക, ബോഡി ലാംഗ്വേജ് അടക്കം ഒരേപോലെയാണ്. ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. ഇനിയും പറയാനുള്ളത് ലിയോൻ്റെയും റോളക്സിൻ്റെയും മെയിൻ കണക്ഷനാണ്. റോളക്സിൻ്റെ ഫാമിലിയും ഡ്രഗ്സിനെ ഫോക്കസ് ചെയ്ത് തലമുറകളായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നവരാണ്. ലിയോദാസിൻ്റെ ഫാമിലി നോക്കിയാലും തലമുറകളായിട്ട് ഡ്രഗ്സിനെ ഫോക്കസ് ചെയ്ത് വരുന്നവരാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ദാസ് ആൻഡ് കോന് ബിസിനസ് ഉണ്ട്. അത് ലിയോയുടെ ഫ്ലാഷ് ബാക്കിൽ പറയുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് ഉള്ള ദാസ് ആൻഡ് കോനെ എങ്ങനെ പോയാലും റോളക്സിന് അറിയുമായിരിക്കും. ഒരുപക്ഷെ ഇവർ തമ്മിൽ കസിൻസ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് അവർ കൊക്കൈനാണെങ്കിൽ ഇവർ ഡെത്തൂറ, തമ്മിൽ ഒരു എന്താ പറയുക, നമ്മൾ ഈ മത്സരം എന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ടായിരിക്കാം ഇവർ സെപ്പറേറ്റ് ആയിട്ട് കൊക്കൈനും ഡെത്തൂറയും തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഡ്രഗ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ വരാനാണ് ചാൻസ് കൂടുതൽ. ഒരേ ഫാമിലി ചിലപ്പോൾ അല്ലെങ്കിൽ ബ്രദേഴ്സ് അല്ലെങ്കിൽ കസിൻസ് ഇതുപോലെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ തീർന്നു എന്ന് ഓർത്തോ. തമിഴ് സിനിമ കാണാൻ പോകുന്ന പീക്ക് ലെവൽ വില്ലനീസ് ആയിരിക്കും ലിയോദാസും റോളക്സും കൂടി LC യൂണിവേഴ്സിൽ കടന്ന് കാണിക്കാൻ പോകുന്നത്. എങ്ങനെ പോയാലും ഒരു 80% ഞാൻ ഈ പറഞ്ഞ പോസിബിലിറ്റീസാണ് ഇവരുടെ കണക്ഷനിൽ കാണുന്നത്. പിന്നെ എങ്ങനെ പോയാലും ലിയോദാസും റോളക്സും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടാവുമെന്ന് LC ഷോർട്ട് ഫിലിമായ പ്രൊജക്റ്റ് സീറോൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൺഫേം ചെയ്തിരുന്നു. അവർ തന്നെ പറഞ്ഞാണ് രണ്ടുപേരും ഒരേ ബിസിനസ് ആയിരുന്നു ചെയ്തത്, അതുകൊണ്ട് അവർ തമ്മിൽ ഒരു വലിയ കണക്ഷൻ എന്തായാലും ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.